സംഗീതത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന എം.കെ. അർജുനൻ മാസ്റ്റർ ഓർമ്മയായിട്ട് ഇന്ന് 6 കൊല്ലം തികയുന്നു. അർജുനൻ മാഷ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അർജുന ഉപകാരം കൊച്ചിയിൽ വിതരണം ചെയ്തു. കൊച്ചിയിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അർജുനൻ മാസ്റ്ററുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്നു. മലയാളികളുടെ മനസ്സിൽ എന്നും സംഗീതത്തിന്റെ കസ്തൂരി ഗന്ധം നിറച്ചത് അർജുനൻ മാസ്റ്റർ ആയിരുന്നു. നൽകിയ സംഗീതം കൊണ്ട് ചിരഞ്ജീവിയായി മാറിയ അർജുനൻ മാസ്റ്റർ ഈ വർഷത്തെ എം.കെ. അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് കൊച്ചി മേയർ വി.കെ. മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. നാടകരംഗത്തെ നിറസാന്നിധ്യമായ പ്രശസ്ത സംവിധായകൻ കലാരത്ന കെ.എം. ധർമ്മൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സംഗീത മേഖലയിലെ പുരസ്കാരത്തിന് സ്വരമാധുര്യം കൊണ്ട് ഒരു കാലത്ത് വിസ്മയം തീർത്ത ജെൻസി ഗ്രിഗറി അർഹയായി. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, വിദ്യാധരൻ മാസ്റ്റർ, സംവിധായകൻ ജയരാജ് തുടങ്ങിയവരെല്ലാം മുഖ്യ അതിഥികളായി. ഓർമ്മകൾ പങ്കുവച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ഏറ്റവും മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ സമ്പന്നമായ കാലത്താണ് അർജുന മാഷൊക്കെ ജീവിച്ചിരുന്നത്. ആ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ടെലിവിഷന്റെ ഒരു മാസ്മരികതയൊക്കെ വരുന്നതിന് മുമ്പ് ഈ കൊച്ചു റേഡിയോ പെട്ടിയിലൂടെ അർജുന മാഷിനെ ആൾക്കാർ ആസ്വദിച്ചിരുന്നു, അതിൽ ലയിച്ചിരുന്നു. ആ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലം ഒരുപക്ഷെ ചിലപ്പോൾ ഒരു ട്രെൻഡുകൾ മാറി മാറി വരുമ്പോൾ കുറച്ചു കാലം അത് ശാന്തമായി നിന്നാലും വീണ്ടും അത് നമ്മുടെ മനസ്സിൽ വല്ലാത്ത സുഖാനുഭൂതി പകരും എന്നാണ് എൻ്റെ വിശ്വാസം. ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ പിന്നീട് നല്ല മലയാളം ഗാനങ്ങളുടെ പെരുമഴ പെയ്ത്ത്. കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.